പച്ചക്രിയാറ്റിൻ കിണറ്റിലെ വെള്ളം. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. പണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എക്സ്ട്രീംലി വൈറലായിക്കൊണ്ടിരുന്ന ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് റീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ്: ചിലപ്പോൾ കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ഇല്ല കുറച്ച് പഫി ആയിട്ടുള്ള ഒരാൾ വരുന്നു, എന്നിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഇങ്ങനെ കാണിക്കുന്നു, എന്നിട്ടൊരു ക്രിയാറ്റിൻ എടുത്ത് വെക്കുന്നു, പച്ച കളർ, ഓക്കെ, എന്നിട്ട് അത് കലക്കി കുടിക്കുന്നു. കുടിച്ചു കഴിയുമ്പോഴേക്കും ഇയാൾ ജാക്ഡായിട്ട് മാറുന്നു. അപ്പോൾ ഇത് കൺവേ ചെയ്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്രിയാറ്റിൻ എടുത്തപ്പോഴാണ് എനിക്ക് ഇതേപോലത്തെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു പ്രൊമോഷണൽ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ടീമുകളൊക്കെ നാച്ചുറലാണോ അല്ലയോ എന്നൊക്കെയുള്ള എക്സ്ട്രീംലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിബേറ്റ് നടക്കുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ ഉടലെടുത്തൊരു മീമാണ് പച്ചക്രിയാറ്റിനും കിണറ്റിലെ വെള്ളം. അതായത് ഇപ്പോൾ ഇതേപോലത്തെ പോസ്റ്റൊക്കെ ഇടുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ കമൻറ്റൊക്കെ വരും, ഇത് മറ്റേ പച്ചക്രിയാറ്റിനും കിണറ്റിലെ വെള്ളം അടിച്ചിട്ടുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അല്ലേ. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ നാച്ചുറലാണോ അല്ലേ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ക്രിയാറ്റിൻ അത്ര അടിപൊളി ഒരു സപ്ലിമെൻ്റ് ആണോ, ഇതെടുത്താൽ ഇങ്ങനെ മസിൽ വരുമോ, അത്ര മാജിക് ആണോ ക്രിയാറ്റിൻ? സോ ഹേ ഗായ്സ്, ഞാൻ ബേസിൽ. പണ്ട് ഞാൻ ഇതുപോലെ ക്രിയാറ്റിൻ ട്രാൻസ്ഫോർമേഷൻ ആഡുകളൊക്കെ കണ്ട് ക്രിയാറ്റിൻ വാങ്ങിച്ച് കഴിച്ചിട്ട് അതുപോലെ മസിൽ വരുമെന്നും പറഞ്ഞിരുന്നിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ 2023 തുടങ്ങിയപ്പം അന്ന് മലയാളം ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഇത്ര പോപ്പുലർലി ക്രിയാറ്റിൻ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. അന്ന് ഞാൻ ഒരു 400 ഇതേപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ച് കഴിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് പറയാൻ തോന്നിയത്. അപ്പോൾ ക്രിയാറ്റിൻ എത്ര സിമ്പിളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നമ്മുടെ ഈ ചിക്കനിലും ബീഫിലും എഗ്ഗിലൊക്കെ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ കോമ്പൗണ്ട് തന്നെയാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വിക്കായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറച്ച് നാൾ നിങ്ങൾ ക്രിയാറ്റിൻ എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ 10 റെപ്പ് അടിച്ചുകൊണ്ടിരുന്ന വെച്ച സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ റെപ്പ് കൂടി കൂടുതലടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ പുളഞ്ഞടിഞ്ഞ് വെച്ച വെയിറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. അതും പെട്ടെന്നൊരു ദിവസമല്ല, കുറച്ച് നാൾ ക്രിയാറ്റിൻ എടുത്ത് കഴിയുമ്പം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാലക്രമേണ കിട്ടി വരുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് കൂടും, നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ വോളിയം കൂടും, അത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിലോട്ട് നയിക്കും. അതാണ് ക്രിയാറ്റിൻ്റെ മെയിൻ പരിപാടി. അല്ലാതെ ക്രിയാറ്റിൻ അടിച്ചെന്ന് വിചാരിച്ചു ക്രിയാറ്റിൻ എടുത്തി എന്നാൽ കുറച്ച് വളർന്നേക്കാം എന്ന് പറഞ്ഞ് മസിൽ ചാടി വളരത്തില്ല. ചില ആൾക്കാർക്ക് ക്രിയാറ്റിൻ എടുത്ത് കഴിയുമ്പോഴില്ലേ പെട്ടെന്ന് ഇച്ചിരി വെയിറ്റ് കൂടിയതുപോലെയും മസിലൊക്കെ ഒന്ന് ഫുള്ളായതുപോലെയൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ അത് മസിൽ ബിൽഡായതൊന്നുമല്ല. ക്രിയാറ്റിൻ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മസിൽസിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടിയതുപോലെ ഇച്ചിരി വളർന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ലീൻ മസിൽ, അതായത് ശരിക്കുള്ള മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ക്രിയാറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തേക്കാം ലീൻ ആയിട്ടുള്ള മസിൽ ബിൽഡ് ചെയ്യാനായിട്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, അതങ്ങനെയാണ്. പിന്നെ ഈ പച്ച ക്രിയാറ്റിൻ കിണറ്റിലെ വെള്ളം ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻസും ക്വിക്ക് ക്രിയാറ്റിൻ ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് ആഡുകളും കണ്ടിട്ട് ക്രിയാറ്റിൻ വാങ്ങിച്ച് കഴിച്ചിട്ട് അതുപോലെ മസിൽ വരുമെന്നും പറഞ്ഞിരിക്കുവാണെങ്കിൽ ഐ എം സോറി ഗായ്സ്, ബിക്കോസ് ഇൻ റിയാലിറ്റി ദാറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി. പിന്നെ മാത്രമല്ല, ഈ ആഡുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ്ലി കോമ്പറ്റേറ്റീവ് ബോഡി ബിൽഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി ഇതാണ്. നമ്മളതുകൊണ്ട് ക്രിയാറ്റിൻ വാങ്ങിച്ച് കഴിച്ചിട്ട് അവരുടെ പോലെ മസിൽ വരണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. നമ്മളുടെ ജോലി അതാണോ? അല്ലല്ലോ. അപ്പോൾ ശരിക്കുമുള്ള ട്രാൻസ്ഫോർമേഷനും റിയൽ ചേഞ്ചും എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ന്യൂട്രീഷൻ, നിങ്ങളുടെ വർക്കൗട്ട്, റിക്കവറി, അതിനോടൊപ്പം ക്രിയാറ്റിനൊക്കെ കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ അതും ടൈം കൺസ്യൂമിംഗ് ആണ്. 3-4 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടി അല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്രിയാറ്റിൻ മോശമാണെന്നോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ലെന്നോ ഒന്നുമല്ല. ക്രിയാറ്റിൻ ആക്ച്വലി ഒരു റിയലി നൈസ് സപ്ലിമെൻ്റ് ആണ്. പക്ഷേ ആഡുകൾ അതിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി ഐ ഡോണ്ട് നോ, യു ടെൽ മീ. ഇനി നിങ്ങൾ ക്രിയാറ്റിൻ യൂസ് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ്, എക്സ്പീരിയൻസസ് ഒക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടൊരു ഓവർവ്യൂ കിട്ടുമല്ലോ. പിന്നെ തോട്ട്സ്, ഒപ്പീനിയൻസ് ആൻഡ് ന്യൂ വീഡിയോ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ ഞാൻ ബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.